ഹലോ ഗെയ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മളൊരു അടിപൊളി ക്രാഫ്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പച്ച കളറിലൊരു ബോട്ടിലെടുത്തിട്ടുണ്ട്. നമ്മൾ കുപ്പി കൊണ്ട് ഒരു ചെറിയ കൊട്ടാരം പോലെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം. ഇതിൻ്റെ ഫൈനൽ ലുക്ക് പൊളിയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ബോട്ടിൽസ് എടുത്തിട്ടുണ്ട്. ആക്രിലിക് കുപ്പിയുടെ കളർ തീർന്ന കുപ്പി കുറച്ച് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ബൾബ് എടുത്തിട്ടുണ്ട്. വേറൊരു ചെറിയ കുപ്പി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പച്ചക്കുപ്പിയിൽ ആദ്യം ഒരു ബോട്ടിൽ ഒട്ടിച്ചു, എന്നിട്ട് അതിന് മുകളിൽ ബൾബ് സെറ്റ് ചെയ്തു. പിന്നെ ആക്രിലിക് ബോട്ടിലുകൾ ഈ രണ്ടെണ്ണം വെച്ച് അതിൻ്റെ രണ്ട് സൈഡിൽ നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. വളരെ ഈസി ആയിട്ടുള്ള ക്രാഫ്റ്റാണ്. അതുപോലെ തന്നെ നല്ല രസമാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പം ഞാനിതെല്ലാം ഒരു പശ ഉപയോഗിച്ച് നന്നായിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു തടി കൊണ്ടുള്ള മുത്താണ്. ഇതുപോലത്തെ ഒരു 3 മുത്ത് ഞാൻ എടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു നെയിൽ പോളിഷിൻ്റെ ഒഴിഞ്ഞ ബോട്ടിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. അത് ഈ ബൾബിൻ്റെ മുകളിൽ കൂടി നമ്മൾ ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ നെയിൽ പോളിഷിൻ്റെ കുപ്പി ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിൽ വീണ്ടും ഒരു ബീഡോട് ഒട്ടിച്ച് കൊടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ കുറച്ച് വാൾപുട്ടി എടുക്കുക. അത് കുറച്ച് ലൂസായിട്ട് കുഴയ്ക്കുക. എന്നിട്ടൊരു ബ്രഷ് ഉപയോഗിച്ച് ഈ കുപ്പിയിലെല്ലാം നമ്മൾ അടിച്ചു കൊടുക്കണം. അപ്പോൾ അടിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാത്തിനും ഓരോ വാതിലൊക്കെ വരച്ചിട്ട് വേണം നമ്മൾ സെറ്റ് ചെയ്യാൻ. 1-2 കോട്ടൊക്കെ അടിക്കുക. വളരെ സൂക്ഷിച്ച് ക്ഷമയോട് കൂടി ഇത് ചെയ്താലേ ഉള്ളൂ ഇത് ശരിയാവുള്ളൂ. ആദ്യം തന്നെ ആ വാതിൽ കൊടുക്കേണ്ട ഭാഗങ്ങളൊക്കെ നമ്മൾ ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്തേക്കുക. അപ്പോൾ വളരെ ഈസി ആയിരിക്കും. ഞാനിപ്പോൾ ഇതിൽ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, ഞാൻ ഡയറക്റ്റ് അങ്ങോട്ട് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പോൾ അത് മാർക്കൊക്കെ ചെയ്ത് കറക്റ്റായിട്ട് ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇഷ്ടപ്പെട്ട വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ ഏകദേശമൊക്കെ നമ്മൾ അടിച്ച് തീരാറായിട്ടുണ്ട്. അപ്പം നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന ആ ഭാഗം അത് ആ മിഠായിയുടെ ഒരു കവറാണ്. നമ്മൾ പാക്കറ്റായിട്ട് മേടിക്കുന്ന ഗിഫ്റ്റായിട്ടൊക്കെ കൊടുക്കാൻ യൂസ് ചെയ്യുന്ന മിഠായിയുടെ കവറാണ്. അത് ഞാൻ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തു. അതുപോലെ തന്നെ അത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ എന്തെങ്കിലും ഐറ്റം ഉണ്ടെങ്കിൽ അത് വെക്കുക. ഇനി ഇതുപോലത്തെ കവറൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ നമ്മൾ ഏകദേശം എല്ലാ ഭാഗത്തും ഈ ക്ലേ അടിച്ചിട്ടുണ്ട്, വാൾപുട്ടി അടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് വെയിലത്ത് നന്നായിട്ട് ഉണക്കാൻ വെക്കാം. കുപ്പി നല്ല ചെറിയൊരു കുപ്പിയാണ്. അതിൽ അത്യാവശ്യം ചെറിയ കുറച്ച് കുപ്പിയൊക്കെ വെച്ചാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പക്ഷെ അത് നല്ല ഭംഗിയാകും. പച്ച കുപ്പി ആയതുകൊണ്ട് ഈ വർക്ക് ചെയ്ത് വരുമ്പോൾ നല്ല രസമായിരിക്കും ഇത് കാണാനായിട്ട്. ഇനി നമുക്ക് ഈ കുപ്പിയിൽ നമുക്കൊരു വെള്ള ആക്രിലിക് കളർ അടിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് വാൾപുട്ടി വൈറ്റാണ്. എന്നിരുന്നാലും ഒരു ആക്രിലിക് കളറൊക്കെ അടിച്ചാലേ ഉള്ളൂ അതിൻ്റെ ഭംഗിയായിട്ട് നന്നായിട്ടത് ഇരിക്കുകയുള്ളൂ. വൈറ്റ് ഇഷ്ടമില്ലാത്തൊരു വേറെ ഏതെങ്കിലും കളർ അടിക്കുക. അപ്പം ഞാൻ വിചാരിച്ചു ഗ്രീൻ കളറിലെ കുപ്പി ആയതുകൊണ്ട് വൈറ്റ് കളർ അടിക്കുമ്പോൾ നല്ലൊരു എടുപ്പ് തോന്നും. അപ്പം അതുകൊണ്ടാണ് ഞാനിങ്ങനെ അടിച്ചത്. നിങ്ങളുടെ മനസ്സിൽ വേറെ ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറൊരു കളറ് ചൂസ് ചെയ്യുക.
അപ്പോൾ നമ്മൾ വെള്ള കളർ അടിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഗോൾഡ് ആൻറ്റിക്ക് കളർ എടുത്തിട്ട് ആ ചെറിയ ജനലിൻ്റെ ഭാഗമൊക്കെ ഒന്ന് ബോർഡ് പോലെ വരച്ച് കൊടുക്കുകയാണ്. അത് ചെയ്ത ശേഷം ഞാൻ ബ്ലാക്ക് കളറൂടെ ഒന്ന് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമ്മൾ ഫുൾ വർക്ക് തീർന്നു. ആ ഗോൾഡ് കളർ കൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഡിസൈനൊക്കെ അതിൻ്റെ ഓരോ ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ ഐഡിയ പോലെ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വർക്ക്. അപ്പോൾ ഈ ക്രാഫ്റ്റ് ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് പോയി കണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.